ഹലോ ഫ്രണ്ട്സ്, ജുവൽ പൂൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വളരെയധികം സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മെയ് 16-ാം തീയതിയാണ്. അത്രയധികം സന്തോഷവും അത്രയധികം ദുഃഖവും നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന്. അതായത് എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ്. അത് അപൂർവങ്ങളായ ഒരു ഭാഗ്യമായിരുന്നു ഞങ്ങൾക്ക് തമ്പുരാൻ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം. കാരണം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഡാഡി ഇല്ല. ഡാഡി ഞങ്ങളെ വിട്ടുപോയി. ഇപ്പോൾ ഡാഡി സ്വർഗത്തിലാണ്. മമ്മി മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ ഒരു സന്തോഷമൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കെല്ലാവരും പറയും, നമുക്ക് നിങ്ങൾ ആശ്വസിക്കണം, നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ഭയങ്കര സങ്കടം തന്നെയാണ് കേട്ടോ. കാരണം കേക്ക് മുറിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇന്നെന്നാ പറയുക, മനസ്സിലിങ്ങനെ ഡാഡി ഉണ്ടായിരുന്ന സമയത്ത് കേക്ക് മുറിച്ച ഓർമ്മകളൊക്കെയാണ് നമ്മൾക്ക് ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ കടന്നു പോയത്. പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെയായിരുന്നു. പക്ഷെ എന്നാലും നമ്മളതൊക്കെ കടിച്ചമർത്തി മമ്മീനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച്, മമ്മി കേക്ക് മുറിക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിരുന്നാലും ഞാനും ജുവിനും അതുപോലെ പോളാട്ടനും ഒക്കെ നിർബന്ധിച്ചിട്ടാണ് കേക്ക് മുറിച്ചത്. കാരണം ഡാഡി സ്വർഗത്തിലാണ്, ഡാഡി അവിടെയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, നമുക്ക് വേണ്ടി ഡാഡി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തിനെ വിഷമിച്ചിരിക്കണേ, അപ്പോൾ നമ്മളും കേക്ക് മുറിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മി സമ്മതിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. അപ്പോൾ മെയ് 16-ാം തീയതി എന്ന് പറയുന്നത് നമ്മുടെ ലോന മുത്തപ്പൻ്റെ പറപ്പൂക്കര പള്ളിയിലത്തെ പെരുന്നാളാണ്. അപ്പോൾ ഡാഡി അവിടുത്തെ അടിമയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം പള്ളിയിൽ പോവും. അപ്പോൾ ഡാഡി മരിച്ചപ്പോൾ നമ്മൾ ഡാഡീനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ മമ്മി വരാറില്ല. അപ്പോൾ നമ്മളെന്തായാലും നിർബന്ധമായിട്ടും പോളാട്ടിൻ്റെ അമ്മ വീട് അവിടെയാണ്, അതുകൊണ്ട് അവിടെ പോവും. അപ്പോൾ വീട്ടിൽ വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ നേരെ വെളുത്ത വശത്ത് തന്നെ കേക്ക് മുറിച്ചു. പ്രെയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ചത്. എന്നിരുന്നാലും എന്താണെന്നറിയില്ല, വളരെയധികം വിഷമമാണ്. മമ്മി അതുകൊണ്ടായിരിക്കാം അങ്ങനെ കേക്ക് മുറിക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലായത് നമുക്ക് കേക്ക് മുറിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു. കാരണം ഡാഡി അത്രയ്ക്കും നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ആളായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അത് ഞാനൊന്ന് മരിച്ചു പോയാലും കൂടി ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ഡാഡി. ഒരു ഫ്രണ്ടിൻ്റെ പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കാം കേട്ടോ എനിക്കിത്രയും ഒരു സങ്കടം ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇനി എല്ലാ കൊല്ലവും ഇതേപോലെ സങ്കടപ്പെട്ടിരിക്കണ്ടല്ലോ ഇനിയുള്ള കാലം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം സംഘടിപ്പിച്ചതും കേക്ക് മുറിച്ചതും. എന്നിരുന്നാലും ഈ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴേ, കേക്ക് മുറിക്കൽ കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോരണമെന്നായിരുന്നു എൻ്റെ ഒരു ആവശ്യം. എന്തോ അവിടെ നിൽക്കാനായിട്ട് എനിക്ക് ഒരു തീരെ മനസ്സുണ്ടായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് അവിടെ ഇല്ലാത്തത് തന്നെയാണ്. എന്നാലും അങ്ങനെ ഒരു വിഷമത്തിലൂടെയാണ് ഇന്ന് കടന്നു പോയത്. പക്ഷേ എന്നാലും എൻ്റെ മമ്മി ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ, ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ കേക്ക് മുറിച്ചത്. ഡാഡി നോക്കിയൊക്കെ ഡാഡി മമ്മിയുടെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. മമ്മിയും ഡാഡി ഒരുമിച്ച് തന്നെയാണ് ഞങ്ങളുടെ കൂടെ കേക്ക് മുറിച്ചത്. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു ആഘോഷമാണ്, വലിയൊരു ആഘോഷമൊന്നും ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ആഘോഷത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസവും അങ്ങനെ കേക്കൊക്കെ മുറിച്ച് പ്രാർത്ഥിച്ച് ഡാഡിക്ക് വേണ്ടി അങ്ങനെ കടന്നുപോയി. അത് ആ ഒരു വീഡിയോ നമുക്ക് കാണാം. പൂർണ്ണാരോഗ്യവും സർവോപരി ശാന്തിയും സന്തോഷവും നൽകി മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്തു. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. Many happy returns of the day.
God bless you. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവർക്ക് അമ്മക്ക് വെച്ച് കൊടുത്തോ കുറച്ച്. ഇവാന് കൊടുത്തോ അമ്മി? ഇവാൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോരാ ചെയ്യുന്നത്. അലൻകുട്ടൻ്റെ പരീക്ഷ ആയതുകൊണ്ടാണ് കേട്ടോ നേരത്തെ പോകുന്നത്. ഡാഡീനെ കണ്ട് പ്രാർത്ഥിച്ച് ഇതൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. അമ്മി ടാറ്റാ.